അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമുക്ക് ധ്യാനിക്കാനായി ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശു നിയമത്തെയും പ്രവാചകന്മാരെ കുറിച്ച് പറയുകയാണ്. നിയമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് യേശു പറയുന്നുണ്ട്. ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗമാണ് പാപം. ഈ ദുരുപയോഗം തടയാൻ നമ്മെ സഹായിക്കുന്നവയാണ് നിയമങ്ങൾ. നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും തിന്മയിൽ വീഴുകയില്ല. അവൻ സത്യത്തിലും വിശുദ്ധിയിലുമാണ് ജീവിക്കുന്നത്. യേശു ഇപ്രകാരം പറയുന്നത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യട്ടെ. അതായത് നിയമങ്ങൾ അനുസരിച്ച് നന്മയിലും സത്യത്തിലും ജീവിച്ചാൽ മാത്രമേ നമുക്ക് ദൈവം നൽകിയ ആ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. നാം ഇപ്പോൾ ആയിരിക്കുന്നത് തപസ് കാലത്താണ്. തപസ് കാലം എന്നത് ഒരു തിരിച്ചു നടക്കലിൻ്റെ കാലമാണ്. പാപം മൂലം അകന്നുപോയ മനുഷ്യർക്ക് ദൈവത്തിലേക്ക് തിരിച്ചു നടക്കാനുള്ള കാലം. നമുക്കൊന്ന് ചിന്തിക്കാം, എൻ്റെ പാപം മൂലം ഞാൻ ദൈവത്തിൽ നിന്ന് അകലെയാണ്. എൻ്റെ ഏത് പ്രവൃത്തിയാണ് എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിയത്? അതേതെന്ന് തിരിച്ചറിഞ്ഞ് നല്ലൊരു കുമ്പസാരം നടത്തി അനുതാപമുള്ള ഒരു ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിലേക്ക് തിരിച്ചു നടക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.